വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. മനുഷ്യസഹജമായ ഒരു മാനസികാവസ്ഥയാണ് സംശയം. സംശയത്തിൻ്റെ മറ്റൊരു മുഖമാണ് അവിശ്വാസം. സംശയത്തെ ഒരു രോഗത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സംശയരോഗമുള്ള ഒരാളുമായിട്ടുള്ള കൂട്ടുകെട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടും. സംശയമുള്ള ഒരു ജീവിത പങ്കാളിയുമായി ജീവിക്കുവാൻ വലിയ പ്രയാസമാണ്. ഒരുപക്ഷെ കൊല്ലപ്പെട്ടെന്നും വരാം. ഇന്ന് മിക്കവാറും കേൾക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ സംശയവും തെറ്റിദ്ധാരണയും ആണ് എന്ന് കുറ്റം ചെയ്തവർക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സംശയം ആർക്കും ഉണ്ടാകാം, എന്നാൽ അത് ആശയവിനിമയത്തിലൂടെ തിരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. സംശയം വന്നാൽ ആശയക്കുഴപ്പമുണ്ടാകും. അത് അവിശ്വാസത്തിലേക്കും തുടർ നടപടിയിലേക്കും നയിക്കും. അതിനാൽ ഈ വിപത്തിനെ മനസ്സിലാക്കി ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സംഭവം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർപ്പം ഹവ്വയോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ആ വാക്കാണ് സംശയത്തിന് ഇടയാക്കിയത്. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അവർ പെട്ടുപോയി. ദൈവം കൽപ്പിച്ച വാക്കുകളെ വിശ്വസിക്കാതെ സർപ്പത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന വാക്ക് അവരെ സ്വാധീനിച്ചു. തൽഫലമായി അവർ ദൈവത്തിൽ നിന്നും അകലപ്പെടുവാൻ ഇടയായി. മനുഷ്യരിൽ പാപം പ്രവേശിക്കുവാനും ഇടയായി. ആത്മാവിൽ ഏറ്റവും ശക്തിയോടെ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഹെരോദ രാജാവ് തന്നെ ജയിലിൽ ആക്കിയപ്പോൾ ശുശ്രൂഷയെ തന്നെ തനിക്ക് സംശയമായി തോന്നുവാനിടയായി തീർന്നു. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിക്കുന്നു: വരുവാനുള്ളവൻ നീയോ അതോ മറ്റൊരുതനോ? ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ? യേശുവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. ലൂക്കോസ് 7-ാം അധ്യായം 22-ാം വാക്യം. പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച മിശിഹ തന്നെയാണ് താൻ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഏതൊരു ഭക്തൻ്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരാം. അതിൽ തളർന്നു പോയാൽ സംശയവും അവിശ്വാസവും നിരാശയും വന്നു ചേരും. ധന്യനായ പൗലോസ് ശ്ലീഹ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. അതിപ്രകാരമാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഭക്തനായ ദാവീദ് രാജാവ് പറയുന്ന വാക്കുകൾ: അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു: എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. സങ്കീർത്തനങ്ങൾ 57-8 വാക്യങ്ങൾ. ഒരിക്കൽ ശിഷ്യന്മാർ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായി. അവർ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ യേശു കടലിന്മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവർ യേശുവിനെ സംശയിച്ചു, ഒരു ഭൂതമാണെന്ന് കരുതി നിലവിളിച്ചു. എന്നാൽ ഞാനാകുന്നെന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി നടക്കുവാൻ അനുവാദം ചോദിച്ചു. അദ്ദേഹം കുറച്ചു ദൂരം നടന്നു. എന്നാൽ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങാൻ തുടങ്ങി. യേശു കൈപ്പിടിച്ച് പടകിലേക്ക് കയറ്റിയിട്ട് പത്രോസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു? അതെ, സംശയം വിശ്വാസത്തെ തകർത്ത് കളയും. ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമസ് യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ സംശയം പ്രകടിപ്പിച്ചു. തോമസ് ഉള്ളപ്പോൾ യേശു അവരുടെ അടുക്കൽ വന്ന് തോമസിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നിരീശ്വരവാദികൾ ദൈവത്തെ സംശയിക്കുന്നവരാണ്. അവർ ദൈവത്തെ അവിശ്വസിക്കുന്നവരാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ എന്ന് ബൈബിൾ പറയുന്നു. യാക്കോബ് 1:6. സംശയം തീരുമാനമെടുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്നു. സത്യത്തെ എത്ര മൂടിവെച്ചാലും അത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാം. യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. 1 യോഹന്നാൻ 5:20. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മരക്ഷ സംശയിക്കാതെ വിശ്വാസത്താൽ പ്രാപിക്കുക. രക്ഷിക്കപ്പെട്ടവർ വിശ്വാസത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുക. ദൈവത്തിലുള്ള വിശ്വാസത്താൽ
തുറന്നുള്ള ജീവിതം നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് ജീവിക്കാം. സംശയങ്ങളോട് വിട പറയാം. ഗോഡ് ബ്ലസ് യു. ആരെ ഞാൻ വിശ്വസിക്കും.